നമസ്കാരം. നാട്ടിൻപുറത്തിലേക്ക് സ്വാഗതം. പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയും നോമ്പിന്റെയും കാലമാണിത്. ഇത്തവണത്തെ നാട്ടിൻപുറം വടക്കൻ കേരളത്തിലെ പൂരോത്സവ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. വടക്കൻ കേരളത്തിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും പൂരോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന ചങ്ങാത്തം ചോദിക്കൽ ചടങ്ങ് നടന്നു. ദേവിയുടെ ചങ്ങാതിമാരെ തേടിപ്പോകുന്ന അപൂർവമായൊരു ചടങ്ങാണിത്. പാരമ്പര്യ തനിമയിൽ ക്ഷേത്രം വാല്യക്കാരാണ് ചങ്ങാത്തം ചോദിച്ച വീടുകളിലെത്തുന്നത്. വടക്കൻ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ചെങ്ങാത്തം ചോദിക്കൽ. കാസർഗോഡ് ചെറുവത്തൂർ തുരുത്തി നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ തെക്കരുടെ ഭാഗത്തു നിന്നുമാണ് ചെങ്ങാത്തം ചോദിക്കൽ ചടങ്ങ് ആരംഭിക്കുക. പൂരോത്സവം നാട്ടിൽ ഉണർത്തുന്നതാണ് സവിശേഷമായ ചടങ്ങ്. പൂരപ്പന്തലിൽ നിന്നും ആർപ്പുവിളികളോടെയാണ് സംഘം പുറപ്പെടുക. പൂരോത്സവത്തിന്റെ ഭാഗമായി പൂരക്കളിയും മറത്തുകളിയും വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുമെങ്കിലും ചെങ്ങാത്തം ചോദിക്കൽ ചടങ്ങ് അപൂർവമിടങ്ങളിൽ മാത്രമാണുള്ളത്. ചെറുസംഘങ്ങളായി വീടുകൾ തോറും കയറിയിറങ്ങുന്ന ബാല്യക്കാരെ ദീപം തെളിയിച്ച് സ്വീകരിക്കും. പൂരത്തിന്റെ ആരവം ഗ്രാമങ്ങളിലേക്ക് പകരുന്ന ചടങ്ങിന് ആതിഥേയരായി ഓരോ വീടും ഭക്ഷണമൊരുക്കി കാത്തുനിൽക്കും. ഓരോ വീടുകളിലും കയറി ചെന്ന് അരിപ്പത്തിട്ടുകൊണ്ടും ആർപ്പ് വിളിച്ചുകൊണ്ടും ഓരോ വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് ദേവിയുടെ പൂരം അറിയിക്കുന്ന ഒരു ചടങ്ങാണ്. ചെറുവത്തൂർ, പടന്ന, വലിയ പറമ്പ പഞ്ചായത്തുകളിലും നീലേശ്വരം, കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലുമായി ആയിരക്കണക്കിന് വീടുകളിൽ ബാല്യക്കാർ ചെങ്ങാത്തം ചോദിച്ചെത്തും. പല വഴി പിരിഞ്ഞ് വൈകിട്ടോടെ അഴിമുഖത്തിന് കിഴക്കായുള്ള പുഴ നീന്തി ഓടിത്തിരികെ എത്തുന്നവരെ സ്വീകരിക്കാൻ നാടാകെ ഒത്തുചേരും. ന്യൂസ് 18 ചെറുവത്തൂർ. വടക്കൻ കേരളത്തിലെ പൂരോത്സവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചടങ്ങിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇനി പത്മശാലിയ പൊറാട്ട് എന്ന സവിശേഷമായ ആചാരം. കാസർഗോഡ് പീലിക്കോട് രയരമംഗലം ഭഗവതി ക്ഷേത്രം കാർത്തിക വിളക്ക് മഹോത്സവ ഭാഗമായാണ് ആചാരപ്പെരുമയിൽ ആക്ഷേപഹാസ്യവുമായി പൊറാട്ട് നടത്തുന്നത്. പീലിക്കോട് തെരുവിലെ വിവിധ വീടുകളിൽ നിന്ന് പൊറോട്ട് വേഷങ്ങൾ അണിഞ്ഞൊരുങ്ങും. തുടർന്ന് ചെണ്ടയിലടിച്ച് കൈവിളക്കം പിടിച്ച് ബാല്യക്കാർ അരയാൽ തറയിൽ കൊട്ടിയറിയിപ്പ് നടത്തിയതോടെയാണ് തെരുവിൽ പൊറാട്ട് വേഷങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അട്ടക്കണം പോതി, ചേകോന്മാർ, വാഴപ്പോതികൾ, കേളിപ്പാത്രം തുടങ്ങിയവ ആചാര പൊറാട്ട് വേഷങ്ങളാണ്. ഇവയ്ക്ക് പുറകെയായി ആനുകാലിക വിഷയങ്ങളുമായി പുതുതലമുറയിൽപ്പെട്ടവരും വേഷങ്ങളുമായി എത്തും. അശ്ലീല പ്രശ്നങ്ങളില്ലാതെ കാഴ്ചക്കാരോട് മുഖത്തോട് മുഖം നോക്കിയാണ് പൊറാട്ട് വേഷങ്ങളുടെ സംസാരം. പൂരക്കാലത്തെ സവിശേഷമായ ഈ ആചാരം കാണാൻ ആയിരങ്ങളാണ് പീലിക്കോട് ഒഴുകിയെത്തിയത്. ന്യൂസ് 18 പീലിക്കോട്. വേനലിന്റെ കാഠിന്യത്തിലും വ്രതമനുഷ്ഠിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ. പുണ്യങ്ങൾ പൂക്കുന്ന റമദാൻ മാസത്തിൽ നോമ്പ് തുറന്നു കഴിഞ്ഞാലുള്ളൊരു കാഴ്ചയിലേക്കാണ് നാട്ടിൻപുറം ഇനി പോകുന്നത്. നോമ്പ് ആരംഭിച്ചതോടെ മലപ്പുറം തിരൂരങ്ങാടി ചെറുമുക്ക് റോഡിലെ ആമ്പൽപ്പാടത്തിനരികിൽ വലിയ തിരക്കാണ്. നോമ്പുതുറയും തറാവീഖ് നമസ്കാരവും കഴിഞ്ഞ ഉപ്പിലിട്ടതിന്റെയും ശീതളപാനീയങ്ങളുടെയും രുചി നുണയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. തിരൂരങ്ങാടി ചെറുമുക്ക് റോഡിലെ ആമ്പൽപ്പാടത്തിനരികിലെ പള്ളിക്കത്തായത്തു നിന്നുള്ള കാഴ്ചയാണിത്. വീട്ടിലെ നോമ്പുതുറയും നിസ്കാരവും കഴിഞ്ഞാൽ പിന്നെ പ്രദേശത്തെ യുവാക്കൾ ഇങ്ങോട്ട് എത്തുകയായി. വിവിധ ഇനം പഴങ്ങൾ, ഉപ്പിലിട്ടത്, കളർ മസാല സോഡകൾ, ചിരണ്ടി ഐസുകൾ, മഞ്ചാടി, ഇങ്ങനെ പോകുന്നു രുചിയുടെ പേരുകൾ. ചെറുമുക്ക് വഴി താനൂർ തിരൂർ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ വഴിയിൽ വയലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. ഇവിടത്തെ തണുത്ത കാറ്റും കുളിരുമാണ് ആളുകളെ ഇങ്ങോട്ടാകർഷിക്കുന്ന പ്രധാന ഘടകം. തൊട്ടപ്പുറത്ത് വല്ല വയലാണ്, നല്ല ആമ്പൽപ്പാടങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന വയലാണ്. അവിടെ നിന്നുള്ള നല്ല കാറ്റും അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ഉപ്പിലിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമയേകുന്ന സംഗതിയാണ്. ഇപ്പോൾ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഇങ്ങോട്ടെത്താറുള്ളത്. രാത്രി ഏറെ വൈകിയും ഇവിടെ തിരക്ക് തുടരും. മാങ്ങ, ജാതിക്ക, കോവയ്ക്ക, നാരങ്ങ, അങ്ങനെ പോകുന്നു ഉപ്പിലിട്ടവ. ചെറിയ കുട്ടികൾക്ക് പ്രിയമുള്ള ചിരണ്ടി ഐസാവട്ടെ വിവിധ രുചികളിലുണ്ട്. മഞ്ചാടി സോഡ, ഗർഭം കലക്കി, സുനാമി, മോരു സോഡ, നന്നാരി സോഡ, പൈനാപ്പിൾ സോഡ, അങ്ങനെ സോഡകളിൽ പലതരം.
ചെറുമുക്ക് പള്ളിക്കത്തായം സ്വദേശികളായ MK ലത്തീഫ്, പറമ്പേരി അഷ്റഫ് എന്നിവരാണ് കച്ചവടക്കാർ. ന്യൂസ് 18 തിരൂർ. കൊല്ലം കൊട്ടാരക്കരയിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായൊരു ഉത്സവമുണ്ട്. ഓയൂർ വെളിനെല്ലൂർ ക്ഷേത്രത്തിലെ രോഹിണി ഉത്സവം. സവിശേഷമാണ് ഇവിടുത്തെ ചടങ്ങുകളും ആചാരങ്ങളും. ക്ഷേത്രമുറ്റത്ത് രോഹിണി ചന്തയും മത്സ്യക്കച്ചവടവുമാണ് പ്രധാനം. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഉത്സവം. രോഹിണി നാളിൽ പുലർച്ചെ 4 മണിയോടെ ക്ഷേത്രത്തിനു മുന്നിൽ മുസ്ലിം സമുദായക്കാർ നടത്തുന്ന മത്സ്യക്കച്ചവടം ഇന്നും ആചാരത്തിന്റെ ഭാഗമാണ്. ഓയൂർ വെള്ളിനെല്ലൂർ ശ്രീരാമക്ഷേത്രത്തോട് ചേർന്നുള്ള ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിലെ ആചാരങ്ങളാണ് ഉത്സവത്തിന് വ്യത്യസ്തത പുലർത്തുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇത്രയും മീൻ വരുന്ന സ്ഥലം വേറെ കാണത്തില്ല. കച്ചവടക്കാർക്ക് നഷ്ടമായാലും ലാഭമായാലും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇതിന് പറയുന്നത് മണൽ വാണിഭം എന്നാണ് പറയുന്നത്. ഭരണി നാളിൽ തുടങ്ങുന്ന ഉത്സവം മതമൈത്രിയുടെ പ്രതീകമായി 8 ദിവസം നീണ്ടു. തെക്കൻ കേരളത്തിലെ ഏക ശ്രീരാമക്ഷേത്രമായതിനാൽ പുരാണത്തിലെ മത്സ്യരാജാവ് ഗുഹനുമായുള്ള ബന്ധത്തെ അനുസ്മരിക്കും വിധമാണ് മത്സ്യക്കച്ചവടം നടത്തുന്നത്. ജനങ്ങൾ വന്ന് തൊഴുത് ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ആചാരമാണ്. ഇവിടെ അങ്ങനെ പൈസ നോക്കാറില്ല. നഷ്ടമായാലും ലാഭമായാലും ഇവിടെ വരുന്നവർ മീൻ മേടിച്ചുകൊണ്ട് പോകും. മീൻ നമ്മൾ കൊടുക്കുകയും ചെയ്യും. അതാണ് അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കുക. അവരെ പിണക്കൊന്നും വിടത്തില്ല. ക്ഷേത്ര പരിസരത്ത് നിന്നും ഉപ്പും ചുണ്ണാമ്പും വാങ്ങി സമീപത്തെ മലഞ്ചുഴിക്കടവിൽ ഒഴുക്കിയാൽ ഇഷ്ടകാര്യം സാധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. വേടർ സമുദായത്തിലുള്ളവരാണ് ക്ഷേത്ര പരിസരത്ത് ചുണ്ണാമ്പ് വിൽപ്പന നടത്തുന്നത്. ഇസ്ലാം മത വിശ്വാസിക്കുണ്ടായ വിഷമം കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് മനസ്സിലായിക്കൊണ്ട് അവരുടെ ഒരു ദിവസം അവർക്ക് വേണ്ടി മീൻ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നുമാണ് ഐതിഹ്യം. അതിൻ്റെ കൂടെ തന്നെ ശ്രീരാമസ്വാമിയുടെ ഇഷ്ടദോഷനായ ഗുഹൻ മത്സ്യരാജാവാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുമാണ് മത്സ്യക്കച്ചവടം. 2 ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി നടത്തുന്ന മത്സ്യക്കച്ചവടമായതിനാൽ ലാഭം നോക്കാതെയാണ് വിറ്റഴിക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച മത്സ്യവ്യാപാരം കാണാനും വൻ ഭക്തജനത്തിരക്കായിരുന്നു. കാർഷികാഭിവൃദ്ധിക്കായി കന്നുകാലി കച്ചവടവും നടന്നു. കതിരുകാളയുമായി പുഴ കടന്നെത്തുന്ന ഭക്തർ കളിമണ്ണിൽ നായയുടെ രൂപമുണ്ടാക്കി ക്ഷേത്രമേൽശാന്തിക്ക് സമർപ്പിക്കുന്നതോടെ രോഹിണി ഉത്സവം സമാപിക്കുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. 250ഓളം കുടുംബങ്ങൾക്കുള്ള ദാഹജലം നൽകുന്ന ഒരു കിണറിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. തൊടുപുഴയ്ക്കടുത്ത് ചിലവിലുള്ള ഈ ഒരു കിണറിൽ സ്ഥാപിച്ചിരിക്കുന്നത് 42 മോട്ടോറുകളാണ്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഈ കിണറിലെ വെള്ളമാണ് ഇവിടുത്തുകാർക്ക് ഏക ആശ്രയം. കിണർ നിർമ്മിച്ച ഹസൻ മൗലവി തന്റെ 60 സെന്റ് സ്ഥലവും വിറ്റെങ്കിലും കിണർ നിലനിൽക്കുന്ന 1.5 സെന്റ് മാത്രം നാട്ടുകാരുടെ കുടിവെള്ളത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. എത്ര മോട്ടോർ സ്ഥാപിച്ചാലും അക്ഷയഖനി പോലെയാണ് ഈ കിണർ. സമീപവാസികൾക്ക് ഇവിടെ നിന്ന് എത്ര വേണമെങ്കിലും വെള്ളമെടുക്കാം. ഈ കിണർ നിർമ്മിച്ച ചെലവ് സ്വദേശി ഹസൻ മൗലവി ഇവിടെയുണ്ടായിരുന്ന 60 സെന്റിൽ 58.5 സെന്റ് സ്ഥലവും വിറ്റെങ്കിലും കിണർ നിലനിൽക്കുന്ന 1.5 സെന്റ് മാത്രം വിറ്റില്ല. സ്ഥലം മറ്റൊരാളുടെ കൈവശമെത്തിയാൽ ഇവിടുത്തുകാരുടെ കുടിവെള്ളം മുടങ്ങിയാലോ എന്ന ആശങ്ക മൂലമാണ് ഇദ്ദേഹം ഈ സ്ഥലം മാത്രം വിൽക്കാതിരുന്നത്. മതപ്രഭാഷകനും അറബിക് കോളേജ് അധ്യാപകനുമായ ഹസൻ മൗലവി 1990-ലാണ് ചിലവിൽ വീട് നിർമ്മിച്ചത്. മറ്റു കുടിവെള്ള സൗകര്യമില്ലാതിരുന്നതിനാൽ വീടിനോട് ചേർന്ന് തന്നെ കിണർ കുഴിച്ചു. ഏതാനും അടി കുഴിച്ചപ്പോൾ തന്നെ ഉറവ തെളിഞ്ഞു. 10 അടിയോളം താഴ്ത്തിയപ്പോൾ സുലഭമായി വെള്ളം ലഭിച്ചു. സമീപത്തുള്ള ഏതാനും വീട്ടുകാർ ഈ കിണറ്റിൽ നിന്നുമാണ് വെള്ളം കോരിയെടുത്തിരുന്നത്. പിന്നീട് ഒരു സുഹൃത്ത് കിണറ്റിൽ ഒരു മോട്ടോർ സ്ഥാപിക്കുന്നതിന് അനുമതി ചോദിച്ചു. ഇതിന് പൂർണ്ണ സമ്മതം നൽകിയതിനു പുറമെ വൈദ്യുതിയും ഇദ്ദേഹം വീട്ടിൽ നിന്നു തന്നെ നൽകി. പിന്നീട് സമീപത്തുള്ള മറ്റു ചിലർ കൂടി മോട്ടോർ സ്ഥാപിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ ഹസൻ മൗലവി ആരെയും നിരാശപ്പെടുത്തിയില്ല. 2-3 കുടുംബങ്ങൾ ചേർന്ന് മോട്ടോർ സ്ഥാപിച്ചു. മോട്ടോറുകളുടെ എണ്ണം കൂടിയതോടെ വൈദ്യുതി അവരുടെ വീടുകളിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. നിലവിലിപ്പോൾ 42 മോട്ടോറുകളാണ് ഈ കിണറ്റിൽ നിന്ന് രാപ്പകൽ വെള്ളം പമ്പ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 20 വർഷം മുമ്പ് ഹസൻ മൗലവി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ താമസത്തിന് വരികയും അദ്ദേഹം ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി കുടിവെള്ളം വളരെ ക്ഷാമം നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇങ്ങനൊരു സ്വന്തം ഇതിലൊരു കിണർ കുത്തുകയും അതിൽ പറ്റാത്ത വെള്ളമാണെന്ന് കണ്ട് ആദ്യം ഏതാണ്ട് ഒരു 10-12ഓളം മോട്ടർ അതിനകത്ത് വെച്ചു. പിന്നെ വെള്ളത്തിന് ക്ഷാമമില്ല, വെള്ളം കുറവില്ല എന്ന് കണ്ടതുകൊണ്ട് കൂടുതൽ മോട്ടറുകൾ അതിലേക്ക് വരികയും ഇന്ന് ഏതാണ്ട് 42ഓളം മോട്ടറുകൾ ഒരേപോലെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത്രയും മോട്ടോറുകൾ പ്രവർത്തിച്ചിട്ടും ഏത് വേനലിലും കിണർ ജലസമൃദ്ധവുമാണ്. അതിനാൽ തന്നെ ഈ കിണർ നാടിന് അനുഗ്രഹമാണെന്ന് നാട്ടുകാർ പറയുന്നു. 2ാം വാർഡില് എല്ലാ ആളുകളുടെയും കുടിവെള്ളത്തിനൊരു പരിഹാരമായ ഒരു കിണറാണിത്.
അതേസമയം ജലവിതരണത്തിനായി സമീപത്ത് പഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്ന കുളവും മോട്ടോർ പുരയും ഉപയോഗശൂന്യമായ നിലയിലുമാണ്. ചിലവിൽ നിന്ന് ഹസൻ മൗലവി താമസം മാറിയെങ്കിലും നാട്ടുകാർക്ക് വേണ്ടി കിണർ നിലനിൽക്കുന്ന 1.5 സെന്റ് സ്ഥലം സ്വന്തം പേരിൽ ഇദ്ദേഹം നിലനിർത്തുകയായിരുന്നു. കുമ്മംകല്ലിലുള്ള മകന്റെ വീട്ടിലെത്തുമ്പോൾ ഭാര്യ ഫാത്തിമയുമൊത്ത ചിലവിലെ കിണർ കാണാനെത്തുന്നതും ഇദ്ദേഹത്തിന്റെ പതിവാണ്. ഹസൻ മൗലവിയുടെ കിണർ കൂട്ടായ്മയുടെയും പങ്കുവെക്കലിന്റെ മാതൃക കൂടിയായി മാറുകയാണിത്. ന്യൂസ് 18 തൊടുപുഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ അതിർത്തിയിലൂടെ പ്രകൃതി മനോഹരിയായി ഒഴുകുകയാണ് തേജസ്വിനി പുഴ. പല ഭാഗങ്ങളും വറ്റി വരണ്ടെങ്കിലും പുഴയുടെ കൊല്ലാട കയം ഇപ്പോഴും ജലസമൃദ്ധമാണ്. ഇവിടെ യാത്രക്കാർക്കായി ഇറക്കിയ പെഡൽ ബോട്ട് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നാട്ടുകാരനും ഫോട്ടോഗ്രാഫറുമായ ജോണി. കണ്ണൂർ, കാസർഗോഡ് ജില്ലാ അതിർത്തികളിൽ കൂടിയാണ് തേജസ്വിനി പുഴ ഒഴുകുന്നത്. കൊടും വേനലിൽ പുഴയുടെ പല ഭാഗങ്ങളും വറ്റി വരണ്ടുവെങ്കിലും പതിവ് പോലെ കൊല്ലാടകയം ജലസമൃദ്ധമാണ്. 2 കിലോമീറ്റർ നിറഞ്ഞുകിടക്കുന്ന വെള്ളത്തിൽ കൂടി പുഴയെ അറിഞ്ഞ് സഞ്ചരിക്കാൻ ഒട്ടേറെ പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഒരു ഭാഗം കാസർഗോഡ്, മറുഭാഗം കണ്ണൂർ. ഒരേ സമയം 2 ജില്ലകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. കൊടും ചൂടിൽ നിന്നും രക്ഷ നേടാൻ പുഴയ്ക്കരികിൽ വാനരക്കൂട്ടവും പക്ഷികളും ഉണ്ടാകും. ചെറുതുരുത്തുകളും ഉണ്ട്. 20 വർഷം മുൻപ് ഫോട്ടോഷൂട്ടിനായാണ് ജോണി ആദ്യമായി പുഴയിൽ ബോട്ടിറക്കിയത്. എന്നാൽ അത് അധികകാലം മുന്നോട്ടു പോയില്ല. സമ്പൂർണ്ണ ലോക്ക്ഡൌണിന് ശേഷം വിനോദസഞ്ചാര മേഖല സജീവമായതോടെയാണ് പെഡൽ ബോട്ട് എന്ന ആശയം വീണ്ടും പൊടിതട്ടിയെടുത്തത്. കോവിഡിന് ശേഷം ആൾക്കാർ എവിടെ പോകണമെന്നറിയാതെ ഇങ്ങനെ എന്റെ പിള്ളേരായാലും എവിടെ പോകണ്ടേ, ഒരു സ്ഥലം എവിടെ, അവിടെ കൊട്ടത്തലച്ച് കയറുന്നു, അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാന് വീണ്ടും ഇങ്ങനെ ഒരു സംഭവം വീണ്ടും തുടങ്ങിയാലോ എന്ന് എനിക്ക് ആലോചന വന്നു. പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് എടുത്താണ് സുരക്ഷാ സംവിധാനങ്ങളോടെയുള്ള ബോട്ട് സർവീസ്. കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് യാത്ര ഒരുക്കിയിട്ടുള്ളത്. കാർഷിക മേഖലയിലുണ്ടായ വിലത്തകർച്ച മൂലം കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണാൻ കൂടി ഇത്തരം സംരംഭങ്ങൾ സഹായകരമാകുമെന്ന് ജോണി പറയുന്നു. ന്യൂസ് 18 ചെറുപുഴ. നാട്ടിൻപുറത്തിൽ ഇനിയൊരു ഇടവേള. ഇനി കുറച്ച് കൗതുകകരമായ വിശേഷങ്ങളാകാം. 2ാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ക്യാമറ കാണാം ആദ്യം. ഫോട്ടോഗ്രാഫി ഇന്നത്തെ പോലെ വികസിക്കാത്ത കാലത്ത് വിസ്മയം തീർത്ത മാമിയ RB 67 കാണണോ? മലപ്പുറം വാണിയമ്പലത്താണ് ഈ ക്യാമറയുള്ളത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ദാസൻ പറയും ഈ ക്യാമറയുടെ വിശേഷങ്ങൾ. ഇത് കൊഡാക്ക് കമ്പനി ഇറക്കിയ ആദ്യത്തെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു ക്യാമറയാണ്. ഇത് ഒരു 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ ക്യാമറയ്ക്ക്. ഇത് 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ക്യാമറയാണ്. ഇത് പണ്ട് കാലത്ത് നിക്കോൺ ക്യാമറകൾക്കാണ് ഭയങ്കര പേരുണ്ടായിരുന്നു. നിക്കോൺ ക്യാമറ ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ലാതെ. ഇതിൻ്റെ അന്ന് കമ്പനി വില 125 രൂപയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചത് ഇതേപോലത്തെ ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ 50 രൂപയ്ക്ക്. ഈ ക്യാമറ ഒന്നുണ്ടായാൽ ഒരു സ്റ്റുഡിയോയിൽ ഒന്നുണ്ടായാൽ മതി. കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റും 35ഉം എല്ലാം പോളറൈഡ് വരെ ഇതിൽ ലോഡ് ചെയ്യുക. അതിൻ്റെ ബാക്ക് വാങ്ങിക്കാൻ കിട്ടും. ആദ്യമായിട്ട് ഫിലിം ക്യാമറയിൽ AF ക്യാമറകളെ ഇറങ്ങിയത് ഈ മോഡലാണ്. ഇതാണിപ്പോൾ ഏറ്റവും അന്ന് ലേറ്റസ്റ്റ് ആയി ഇറക്കിയ പോളറൈഡ് ക്യാമറയാണ്. ഇത് ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുന്ന് വാങ്ങിച്ചത്. അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോട്ടോ ഇതിലെ വരും. വെറുതെ ഒരു 30 സെക്കൻഡിനെ കൊണ്ട് ഫോട്ടോ ആവും. ഫോട്ടോഗ്രാഫി ഒരു മൊബൈൽ ക്ലിക്കിൽ ഒതുങ്ങുന്ന കാലത്തിരുന്ന് ദാസൻ വാണിയമ്പലം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെയും ഫിലിം റോളുകളെയും അന്നത്തെ ഏറ്റവും മികച്ച ക്യാമറകളെയും ഓർത്തെടുക്കുകയാണ്. വാണിയമ്പലത്തെ റോഡരികിലെ രാജേഷ് സ്റ്റുഡിയോയിൽ ചെന്നാൽ ഒരു കാലഘട്ടത്തെ ഫ്രെയിമിലാക്കിയവരെല്ലാം ഒരു ഫ്രെയിമിൽ കാണാം. ദാസൻ വാണിയമ്പലം അത്രയേറെ പ്രിയത്തോടെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുകയാണ് ഇവരെയെല്ലാം. ദാസൻ പറയുകയാണ്, ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിൽ കാണാൻ പോലും കഴിയാത്ത പൊയ്പോയ ഒരു കാലത്തെ പറ്റിയും അന്നത്തെ ഫോട്ടോഗ്രാഫിയെ പറ്റിയും. ക്യാമറ കണ്ടുപിടിച്ചിട്ട് തന്നെ 100-200 വർഷം ആകുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ആദ്യം ഈ ഫിലിമിന് ബദൽ ഗ്ലാസ്സിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അത് വീണ് പൊട്ടിപ്പോയാൽ പിന്നെ ആ പടം കിട്ടില്ല. അങ്ങനെ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഫിലിമിലേക്ക് വന്നു. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം വന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആണ് ഇപ്പോഴെന്ന് വെച്ചാൽ ഇതിൽ ഇത്രയും
ആൾക്കാരെ കടന്നുകയറ്റം ഉണ്ടാവില്ലായിരുന്നു. കാരണം അതിന് ഡാർക്ക് റൂം വേണം, കെമിക്കലുകൾ വേണം, അതൊക്കെ നമ്മൾ സ്വയം കൂട്ടുകയാണ്. ക്വാളിറ്റി സത്യം പറഞ്ഞാൽ കുറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം പല പിക്സൽ കുറഞ്ഞ ക്യാമറകളിലും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വലുതാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു ഫിലിമിൽ ഒരു ഫോട്ടോ ശരിക്കും കിട്ടുകയാണെങ്കിൽ എത്രയും വലുതാക്കാം. ഒരു 35 ഫിലിമാണ് നമ്മൾ സിനിമയിലൊക്കെ എത്ര വലുതായിട്ടാണ് കാണുന്നത്, അതിൻ്റെ എത്ര 10,000 ഇരട്ടി വലുപ്പത്തിൽ. പക്ഷെ അത്ര ഡിജിറ്റൽ ക്യാമറയിൽ വരില്ല, ഫിലിം കിട്ടാനില്ല. ഇപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന് ഒരു റോളിന് 1,500 രൂപ 2,000 രൂപയൊക്കെയാണ്. 125 രൂപയുള്ളായിരുന്നു. അതിനിപ്പോൾ ഓൺലൈന് 1,600 കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. എവിടുന്ന് വാഷ് ചെയ്യുക? ഇപ്പോൾ ഹൈദരാബാദിലുള്ള ഫിലിം സിറ്റിയിൽ മാത്രമേ ഫിലിം വാഷ് ചെയ്യുന്നുള്ളൂ. പഴയ ക്യാമറകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാധാരണ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ അല്ല ഇദ്ദേഹം. നാട്ടിലെ എണ്ണം പറഞ്ഞ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരിൽ ഒരാൾ കൂടിയാണ്. ഇക്കാലത്തിനിടെ ഇദ്ദേഹം പോകാത്ത കാടുകളില്ല, പകർത്താത്ത വന്യജീവികളുമില്ല. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഞാനൊരു 15 വർഷം കഴിഞ്ഞു. ഞാൻ അധികം യാത്ര ചെയ്യുന്നത് ഈ ബൈക്കിലാണ്. തമിഴ്നാടാണെങ്കിലും കർണാടകയിലാണെങ്കിലും ബൈക്കിലാണ് ഞാൻ അധികം യാത്ര ചെയ്യുന്നത്. എനിക്ക് കാരണം എല്ലാവരും കല്യാണ ഫോട്ടോ ഇവിടെ ഉള്ളതൊക്കെ എടുത്ത് നടന്നപ്പോൾ ഒന്ന് മാറി ചിന്തിച്ചാൽ എന്താണ് എന്നുള്ള ഒരു തോന്നലുണ്ടായതിൻ്റെ പേരിലാണ് ഇങ്ങനെ വൈൽഡ് ലൈഫിലേക്ക് നീങ്ങിയത്. കാടിനെയും ജീവികളെയും ഇത്രയേറെ പകർത്തിയ ഈ ഫോട്ടോഗ്രാഫർ പക്ഷേ ഒന്നു മാത്രം ചെയ്യാറില്ല, കച്ചവടം. അത് ഇദ്ദേഹത്തിന് അറിയില്ല. വിൽക്കുന്നത് അത്ര ഇഷ്ടമല്ല. പക്ഷെ പലരും ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വെറുതെ നമ്മളൊരു ഫോട്ടോ അടിച്ചു കൊടുക്കുക എന്നല്ലാതെ പൈസക്കായിട്ട് അത്ര ഇതില്ല. ഒരിക്കൽ നാവിൽ പിടിമുറുക്കിയ ക്യാൻസറിനെ ചെറുത്തു തോൽപ്പിച്ച പോരാളി കൂടിയാണ് ദാസൻ വാണിയമ്പലം. അതിജീവന പോരാട്ടക്കാലത്ത് ഇനി എന്ത് ചെയ്യാനാണ് ആഗ്രഹമെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ദാസന് പറയാൻ ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടറിനോട് ചോദിച്ചു, ഒന്നിങ്ങനെ ശരിയായപ്പോൾ ദാസൻ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് കാട്ടിൽ പോയാൽ തിരക്കില്ല എന്നുണ്ട്. അപ്പോൾ അതിന് പോകാൻ പറ്റുമോ ചോദിച്ചു. അപ്പം എന്നോട് ഡോക്ടർ ധൈര്യമായിട്ട് നീ പോയിക്കോ, എവിടെ വേണമെങ്കിലും പോയേക്ക്. അവനാൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. മൊബൈലിൽ എടുത്ത് എഡിറ്റിംഗ് ആപ്പുകളിലെ മായാജാലം കൊണ്ട് വിസ്മയം തീർക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കും സാധിക്കും. എന്നാൽ ദാസൻ വാണിയമ്പലത്തെ പോലെ ഫോട്ടോഗ്രാഫിയെ ജീവശ്വാസമാക്കുക വർത്തമാനകാലത്ത് എളുപ്പമല്ല. അതുകൊണ്ടെല്ലാം നമുക്ക് പറയാം, എല്ലാ അർത്ഥത്തിലും ദാസൻ വാണിയമ്പലം ഒരു വേറിട്ട ഫോട്ടോഗ്രാഫറാണെന്ന്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. വെറുതെ കളയുന്ന വസ്തുക്കൾ ബാലകൃഷ്ണന്റെ കയ്യിലെത്തിയാൽ മനോഹരമായ വസ്തുക്കളായി മാറും. അങ്ങനെ താജ്മഹൽ മുതൽ വിമാനം വരെയുണ്ട് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ. മലപ്പുറം കൊടുമുടി സ്വദേശിയായ ബാലകൃഷ്ണൻ ജോലിയിൽ നിന്ന് വിരമിച്ചതോടെയാണ് ഇത്തരം നിർമ്മിതികൾക്കായി സമയം കൂടുതലായി കണ്ടെത്താൻ തുടങ്ങിയത്. താജ്മഹൽ മുതൽ വിമാനം വരെയുണ്ട് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ. കഥകളി രൂപം, അമ്പലങ്ങൾ തുടങ്ങിയവയുടെ മാതൃകകൾ മനോഹരമായാണ് ബാലകൃഷ്ണൻ നിർമ്മിച്ചത്. ജോലിയിൽ നിന്നും വിരമിച്ചതോടെ സമയം കൂടുതലായി ലഭിച്ചു. ഇത് ഫലപ്രദമായി വിനിയോഗിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സീലിംഗ് ഷീറ്റുകൾ, PVC പൈപ്പുകൾ തുടങ്ങിയവയാണ് പ്രധാനമായും നിർമ്മിതിക്കായി ഉപയോഗിക്കുന്നത്. ചെറുപ്പം മുതലേ ക്രാഫ്റ്റ് വർക്കുകളിൽ തൽപരനാണ് ഇദ്ദേഹം. 1 മാസം മുതൽ 1.5 മാസം വരെ എടുക്കും ഇവ ഓരോന്നും നിർമ്മിക്കാൻ. രാവിലെ മുതൽ തുടങ്ങുന്ന പ്രവൃത്തി രാത്രി വരെ നീളും. യാത്രകളിൽ നിന്നും കണ്ടു മനസ്സിലാക്കിയ ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ മാതൃകകളായി മാറിയത്. ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ താജ്മഹലാണ് മനസ്സുണ്ടാക്കിയത്. പിന്നെ അമ്പലം, പിന്നെ ബസ്സുകൾ ഒക്കെ എന്ന് വെച്ചാൽ അധികം നമുക്ക് പണങ്ങൾ മുടക്കാതെയാണ് ഇപ്പോൾ ഇത്. നമ്മൾ പാഴ്വസ്തുക്കൾ കിട്ടുന്നത് മുഴുവൻ സൂക്ഷിച്ചിട്ട് അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സംഗീതത്തിനോട് അത്രയേറെ ഇഷ്ടമുള്ള ബാലകൃഷ്ണൻ ഗ്രാമഫോണും പാഴ്വസ്തുക്കളാൽ നിർമ്മിച്ചു. വർഷങ്ങളോളം ശബരിമല ദർശനം നടത്തിയതിനാൽ മനസ്സിലുള്ള ശബരിമലയുടെ മാതൃകയുടെ പണിപ്പുരയിലാണ് ഇദ്ദേഹം. ഭാര്യ രമണിയും 4 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പിന്തുണയിൽ കൂടുതൽ രൂപങ്ങൾ നിർമ്മിച്ചെടുക്കണമെന്ന ആഗ്രഹമാണ് ബാലകൃഷ്ണനുള്ളത്. ചെറുപ്പം മുതൽ ശേഖരിച്ച വ്യത്യസ്ത കോയിനുകളും ബാലകൃഷ്ണന്റെ പക്കലുണ്ട്. ന്യൂസ് 18 തിരൂർ. പാടത്ത് മാത്രമല്ല ദേവാലയമുറ്റത്തും കൃഷിയിൽ 100 മേനി വിളയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടവകയിലെ SH അഗ്രിഫാം കൂട്ടായ്മ. കോഴിക്കോട് മുക്കം തിരുഹൃദയ ഇടവകയിലെ SH അഗ്രിഫാം കൂട്ടായ്മയാണ് പച്ചക്കറി കൃഷിയിലൂടെ 100 മേനി വിളവ് നേടിയത്.
പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. മുക്കം തിരുഹൃദയ ദേവാലയമുറ്റത്ത് നടത്തിയ പച്ചക്കറി കൃഷിയിലാണ് നൂറുമേനി വിളവ് ലഭിച്ചത്. ദേവാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന SH അഗ്രി ഫാം കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പച്ചക്കറി കൃഷി. SH അഗ്രി ഫാം കൂട്ടായ്മയുടെ 2020 മുതൽ എല്ലാ വർഷവും പള്ളിമുറ്റത്ത് പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. ഇത്തവണ പയർ, പാവൽ, കോവൽ, തക്കാളി, വഴുതന, ചീര, വെണ്ട, ചോളം, കുമ്പളം, ചുരങ്ങ, പുഷ്പകൃഷി എന്നിവയും മത്സ്യകൃഷിയും നടത്തുന്നുണ്ട്. വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ പള്ളിയിൽ തന്നെ ആളുകൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാർഷിക പ്രവൃത്തി എന്നതിനേക്കാൾ ഉപരി ഒരു ആത്മീയ പ്രവർത്തനമായിട്ട് തന്നെയാണ് ഈ ഇടവകയിൽ ഈ കൃഷി നടത്തുന്നത്. ഇതിലൂടെ വലിയ ആത്മസംതൃപ്തിയും സന്തോഷവും ഈ കൃഷി ചെയ്യുന്നവർക്കും ഇത് കാണുന്നവർക്കും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ ഇടവക അംഗങ്ങൾക്ക് തന്നെ വിൽക്കാനും സാധിക്കുന്നുണ്ട് എന്നതിലും വളരെ സന്തോഷമുണ്ട്. SH അഗ്രോ ഫാം പ്രവർത്തകർക്ക് പിന്തുണയുമായി മുക്കം നഗരസഭയും കൃഷിഭവനും കൂടെയുണ്ട്. മുൻവർഷങ്ങളിൽ മുക്കം കൃഷിഭവന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി ഇവർക്ക് സഹായം നൽകിയിരുന്നു. ഈ വർഷവും പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായം നൽകിയിട്ടുണ്ട് എന്നും SH അഗ്രി ഫാമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാർഷിക പ്രവൃത്തികൾ വിജയകരമാണെന്നും മുക്കം കൃഷി ഓഫീസർ ടിൻസി ടോം പറഞ്ഞു. വളരെ സക്സസ്ഫുള്ളായ രീതിയിൽ എല്ലാവിധ പച്ചക്കറികളും അവർ ഉൽപ്പാദിപ്പിക്കുന്നു. മാർക്കറ്റിനാണെങ്കിലും പുറമേ ഒന്നും പോകേണ്ട ആവശ്യമില്ല. പള്ളിയിൽ വരുന്ന ഇടവകക്കാരും മറ്റു ജനങ്ങളും തന്നെ ഈ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വാങ്ങുകയും അത്തരത്തിൽ വളരെ വിജയകരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. ന്യൂസ് 18 മുക്കം. കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയോടെയാണ് ഇക്കുറി നാട്ടിൻപുറം പൂർത്തിയാകുന്നത്. നാട്ടിൽ ചൂട് അസഹ്യമായ മാർച്ച് മാസത്തിൽ കാട്ടിലെ സ്ഥിതിയും ഏറെ വ്യത്യസ്തമല്ല. തൃശൂർ അതിരപ്പള്ളിയിലെ ഉൾക്കാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൗതുകമുണർത്തുന്നതാണ്. ഏറെ നേരം കാട്ടുചോലയിൽ കുളിച്ച കാട്ടുകൊമ്പൻ കരയിലെ ഈറ്റകൾ ഒടിച്ചു തിന്നുന്നതും ദൃശ്യങ്ങളിൽ കാണാം. രാജഗുരുവായൂർ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഇതോടെ നാട്ടിൻപുറം പൂർണ്ണമാകുന്നു. നമസ്കാരം.